നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തൃശൂരിൽ 3 ഇടങ്ങളിൽ ATMകൾ കൊള്ളയടിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. ഹരിയാനക്കാരായ സംഘം നാമക്കലിൽ വെച്ചാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. നേരത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊള്ള നടത്തിയ അതേ സംഘമാണ് തൃശൂരിലും കവർച്ച നടത്തിയതെന്ന് പോലീസ്. ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു. തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഞായറാഴ്ച സമാപിക്കും. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലായി നടക്കുന്ന മേളയിൽ 42 ക്ലബ്ബുകളിൽ നിന്നായി മാറ്റുരയ്ക്കുന്നത് 900 അത്ലറ്റുകൾ. കടങ്ങോട് പഞ്ചായത്തിൽ നിലം നികത്തൽ വ്യാപകം. പഞ്ചായത്തിലെ 14-ാം വാർഡ് പന്നിത്തടം നീണ്ടൂർ തങ്ങൾപ്പടിയിൽ നിലം മണ്ണിട്ട് നികത്തുന്നത് അധികൃതർ തടഞ്ഞു. 18-ാം വാർഡിലും ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് നിലം നികത്തുന്നതായി പരാതി. വേലൂർ തയ്യൂരിൽ ലോറിക്ക് തീപിടിച്ചു. തയ്യൂർ ഏബൽ കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് ചകിരിനാരുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. കുന്നംകുളത്തുനിന്നെത്തിയ ഫയർഫോഴ്സ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമം നടത്തിയാണ് തീയണച്ചത്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ 3 ഇടങ്ങളിൽ ATMകൾ കൊള്ളയടിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിയിലായി. ഹരിയാനക്കാരായ സംഘം നാമക്കലിൽ വെച്ചാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. നേരത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊള്ള നടത്തിയ അതേ സംഘമാണ് ഇതെന്ന് പോലീസ് പറയുന്നു. ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു. പ്രതികളെ പിന്തുടരുന്നതിനിടെയാണ് തമിഴ്നാട് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാരനും പരിക്കേറ്റു. ഇൻസ്പെക്ടർ തവമണി, രഞ്ജിത് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊള്ളസംഘത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നതെന്നും എല്ലാവരും ഹരിയാന സ്വദേശികളാണെന്നും പോലീസ് പറഞ്ഞു. പണവുമായുള്ള കാർ കണ്ടെയ്നറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. കവർച്ചാ സംഘത്തിന്റെ കയ്യിൽ തോക്കും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 3 ATMകളിൽ നിന്നായി 60 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം. മാപ്രാണത്തെ ATMൽ നിന്ന് 30 ലക്ഷം രൂപ, കോലഴിയിലെ ATMൽ നിന്ന് 25 ലക്ഷം രൂപ, ഷൊർണൂരിലെ ATMൽ നിന്ന് 9.5 ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടത്. ബാങ്ക് ഉദ്യോഗസ്ഥർക്കെത്തിയ മെസ്സേജിലൂടെയാണ് മോഷണ വിവരം അറിഞ്ഞത്. ബാങ്ക് ജീവനക്കാരെത്തി ATMൽ നിന്നും പിൻവലിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ നഷ്ടപ്പെട്ട തുക സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകൂ. 20 കിലോമീറ്ററിനുള്ളിലുള്ള 3 SBI ATMകളിലാണ് കവർച്ച നടത്തിയത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ തയ്യൂരിൽ ലോറിക്ക് തീപിടിച്ചു. തയ്യൂർ ഏബൽ കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് ചകിരിനാരുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. രാവിലെ 8:30യോടുകൂടിയാണ് സംഭവം. ലോറിക്ക് മുകളിൽ ഉയർന്നു നിന്നിരുന്ന ചകിരിനാര് വൈദ്യുതി കമ്പിയിൽ ഉരസിയതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് ഓഫീസർമാരായ നവാസ് ബാബു, രഞ്ജിത്ത്, പവിത്രൻ, അമൽ, ഇബ്രാഹിം, ഡിസൻ മാത്യു തുടങ്ങിയ സംഘമാണ് തീയണച്ചത്. മുൻപും ഈ കമ്പനിയിൽ വൻ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഞായറാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ 10:30 MLA AC മൊയ്തീൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിശീലനത്തിന് കൂടിയുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടാവുകയാണ്. സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനം നടത്താൻ കഴിയുന്ന സൗകര്യങ്ങൾ തൃശ്ശൂരിൽ വളരെ കുറവാണ് എന്നുള്ളപ്പോൾ ഇവിടെ അതിൽ കൂടിയുള്ള സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കായിക താരങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകും എന്ന് കഴിയും. വിജയപ്രദമായി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത അസോസിയേഷനോടും അതിൻ്റെ ഭാരവാഹികളോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിന് എല്ലാം പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ മീറ്റിൻ്റെ ഔപചാരിക തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ EU രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ആൻസി സോജനെ ഉപഹാരം നൽകി പൊന്നാട അണിയിച്ച് ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വാർഡ് കൗൺസിലർ ബിജു സി ബേബി, ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ പോൾ CMI, ചാമ്പ്യൻഷിപ്പ് രക്ഷാധികാരികളായ പ്രൊഫസർ PM നാരായണൻ നമ്പൂതിരി, പ്രൊഫസർ മീന രഘുനാഥ്, സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ AC മൊയ്തീൻ MLAയെയും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. 42 ക്ലബ്ബുകളിൽ നിന്നായി 900 അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലാണ് മത്സരം. ഒക്ടോബർ 10 മുതൽ 13 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമിനെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുക്കും. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് രാജാ സ്കൂളിൽ നടന്ന തൃശൂർ സഹോദയ ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പെരുമ്പില വൻസാർ ഇംഗ്ലീഷ് സ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂർ ദേവമാതാ സ്കൂളും ചാമ്പ്യന്മാരായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പുറനാട്ടുകര അമല മേരിറാണി സ്കൂളും റണ്ണറപ്പുകളായി.
പ്രാരംഭ സമ്മേളനം MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ സ്കൂൾ പ്രിൻസിപ്പൽ KA ഷമീം ബാവ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ കോച്ച് PC ആന്റണി വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. രാജ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി A അബ്ദുൽ ആസിം, സ്കൂൾ പ്രിൻസിപ്പൽ ഷമീം ബാവ KA, സ്കൂൾ മാനേജർ മധുസൂദനൻ T, കായിക അധ്യാപകരായ നിതീഷ് KD, അശ്വതി അജിത്ത് K, സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ അദ്നാൻ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ നിലംനികത്തൽ വ്യാപകമാകുന്നു. പഞ്ചായത്തിലെ 14-ാം വാർഡ് പന്നിത്തടം നീണ്ടൂർ തങ്ങൾപ്പടിയിൽ നിലം മണ്ണിട്ട് നികത്തുന്നത് അധികൃതർ തടഞ്ഞു. കിഫ്ബി റോഡ് പണിയുടെ ഭാഗമായി എടുക്കുന്ന മണ്ണുപയോഗിച്ചാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. കേച്ചേരി അക്കിക്കവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ മണ്ണാണ് ലേല നടപടികൾ നടത്താതെ അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തുന്നത്. നീണ്ടൂരിലുള്ള ഹോട്ടൽ മുതലാളിയുടെ നിലം നികത്താനാണ് ശ്രമമെന്ന് നാട്ടുകാർ ആരോപിച്ചു. പകുതിയോളം നിലം നികത്തിയ നിലയിലാണ്. പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി പോലീസും പഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി മണ്ണടിക്കുന്നത് തടഞ്ഞു. നികത്തിയ നിലം മണ്ണ് നീക്കം ചെയ്തു പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ ഹോട്ടൽ ഉടമയ്ക്കും കിഫ്ബിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് വ്യാപകമായി നിലം നികത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തി അമിത ശേഷിയുള്ള മയക്കുഗുളിക എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടറെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിപിടിയിലായി ഡേഞ്ചർ സക്കീറാണ് അറസ്റ്റിലായത്. ലഹരിക്ക് അടിമയായ അയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം നടത്തിയ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പൊന്നാനി സബ് ഇൻസ്പെക്ടർ RU അരുൺ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ്, പോലീസുകാരായ അഷ്റഫ്, നാസർ, പ്രശാന്ത് കുമാർ, മഹേഷ് മോഹൻ എന്നിവർ ചേർന്നാണ് ഇയാളെ വലയിലാക്കിയത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് പൊന്നാനി ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ ജദീർ അലിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ രേഖാമൂലം പരാതി നൽകിയതായിരുന്നു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കടങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രതികരിക്കുന്ന 18-ാം വാർഡിലും ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് നിലം നികത്തിയതായി പരാതി. കോൺഗ്രസ് മെമ്പർ സൈബുന്നിസ ഷറഫുവിന്റെ വാർഡിലാണ് നിലം നികത്തിയിട്ടുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് CPM മെമ്പറായ ബീന രമേശിന്റെ ഒത്താശയോടെ പള്ളിമേപ്പുറത്ത് CPM നേതാവിന്റെ നിലം നികത്തിയെന്നാരോപിച്ച് സൈബുന്നിസ ഷറഫുവിന്റെയും ഭർത്താവായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുവിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPM 18-ാം വാർഡിലെ നിലം നികത്തലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം സ്ഥലം ഉടമയുടെ അനുമതി പത്രം വാങ്ങിയാണ് മണ്ണ് സംഭരിച്ചതെന്നും പറമ്പായി കിടക്കുന്ന സ്ഥലം നിലമാണെന്ന് അറിയില്ല എന്നും വാർഡ് മെമ്പർ സൈബുന്നിസ ഷറഫു പറഞ്ഞു. 18-ാം വാർഡിൽ താമസിക്കുന്ന വിജയേട്ടനെ അടുത്ത് പോവുകയും ജൽജീവന്റെ ഓവർസിയർ സിനി എന്ന് പറഞ്ഞ മാഡത്തിനായി പോയിട്ട് വിജയേട്ടനെ കണ്ടു. അവരുടെ സമ്മതപ്രകാരം അവരെയൊക്കെ ഒന്ന് ലെറ്റർ മേടിച്ച് 10/8/2024 ലെറ്റർ മേടിച്ചേക്കണ്. അത് പ്രകാരമാണ് ഇവിടെ മണ്ണിട്ടിരിക്കുന്നത്. അതിന് 13-ാം തീയതി നമ്മളെ ഭാഗത്തുനിന്ന് ലെറ്ററും അവിടെ കൊടുത്തിട്ടുണ്ട്, അവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇവിടെ മണ്ണിട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിങ്ങനെ വിവാദം ഉണ്ടായപ്പോ ഇത് നമ്മളിപ്പോ അവരിനായിട്ട് സംസാരിക്കുകയും എയ്ക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് മണ്ണ് ഇവിടുന്ന് എടുക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ലേലം ഉറപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ഇത് വയലാണോ എന്നും പറഞ്ഞിട്ടില്ല, പറമ്പാണോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രൈവറ്റ് വ്യക്തിയുടെ പറമ്പില് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സമ്മതപ്രകാരം ഇത് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടൊന്നും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. CCTV ന്യൂസ് എരുമപ്പെട്ടി. കഴിഞ്ഞ ദിവസം കാണാതായ തൃത്താല ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തി. പരുതൂർ മംഗലം അഞ്ചുമൂല സ്വദേശിയായ വിദ്യാർത്ഥിയെ വ്യാഴാഴ്ചയാണ് കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് കുറ്റിപ്പുറത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് കൊരട്ടിയാങ്കുന്നിൽ റോഡിലേക്ക് മരം പൊട്ടി വീണ് ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു. പുലർച്ചെ 4:30യോടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പൂമരമാണ് പൊട്ടി വീണത്. വൈദ്യുതി കമ്പികൾ പൊട്ടി റോഡിലേക്ക് വീണു. മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. വാഹന ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു.
കടപ്പുറം കുമാരൻപടിയിലുണ്ടായ സംഘർഷത്തിൽ താഴത്ത് വീട്ടിൽ കുഞ്ഞുമോൻ മകൻ ഷാഹു കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ വെറുതെ വിട്ടു. ബ്ലാങ്ങാട് സ്വദേശി ചക്കര വീട്ടിൽ മുഹമ്മദ് കുഞ്ഞിമകൻ മുക്താറിനെയാണ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വെറുതെ വിട്ടത്. 2012 ജനുവരി 29 കേസിനാസ്പദമായ സംഭവം. മണതല നേർച്ചയുടെ ഭാഗമായി കാഴ്ച പോകുന്ന രാത്രി സമയത്ത് കുമാരൻപടിയിൽ വെച്ച് സംഘർഷമുണ്ടാവുകയും ഷാഹു കൊല്ലപ്പെടുകയുമായിരുന്നു. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ സി രാജഗോപാലൻ, കെ ബി ഹരിദാസ്, ആർ ആനന്ദ് എന്നിവർ ഹാജരായി. വയനാടിന് കൈത്താങ്ങാകുവാൻ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ബക്കറ്റ് പിരിവ് നടത്തി. DCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധനസമാഹരണം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC സെക്രട്ടറിമാരായ CI ടി മാത്യു, ബിജോയ് ബാബു, നെൽസൺ ഐപ്പ്, ജനപ്രതിനിധികളായ ബിജു C ബേബി, മിഷ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിർമ്മാണ പ്രവർത്തനത്തിലെ അനാസ്ഥ, ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച പുന്നയൂർക്കുളം സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉപയോഗശൂന്യം. 5 വർഷത്തിനിടെ ഇവിടെ നടത്തിയത് വിരലിലെണ്ണാവുന്ന പരിപാടികൾ മാത്രമാണ്. പുന്നയൂർക്കുളം പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ സീലിംഗ് പൂർണ്ണമായി അടർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആക്ഷേപം. പണി നടത്തിയ സമയത്തു തന്നെ ഷീറ്റുമെഞ്ഞ മേൽക്കൂര ചോരുന്നുണ്ടെന്ന് പരാതിയുണ്ടായിരുന്നു. എന്നാൽ ഇത് മുഖവിലക്കെടുത്തില്ല. പിന്നീട് ഇത് പരിഹരിക്കാതെ ജിപ്സം ബോർഡിൽ സീലിംഗ് നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഇവ മഴ നനഞ്ഞ് കുതിർന്നു വീഴുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ഈ വഴി ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ സീലിംഗ് അടർന്നു വീണ വിവരം ബന്ധപ്പെട്ടവർ അറിഞ്ഞിട്ടുമില്ല. പരൂർ മൃഗാശുപത്രിക്ക് മുകളിൽ നിർമ്മിച്ച കെട്ടിടം 2019 ഡിസംബറിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. പഞ്ചായത്തിലെ യുവതീ-യുവാക്കൾക്ക് വിവിധ മേഖലയിൽ സൗജന്യ തൊഴിൽ പരിശീലനം നൽകുക, വ്യത്യസ്ത തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുക എന്നിവയായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇവിടെ 5 വർഷത്തിനിടെ വിരലിലെണ്ണാവുന്ന പരിപാടികൾ മാത്രമാണ് നടന്നത്. പൊതു ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പരിഗണിച്ചില്ല. ഹാൾ ഉപയോഗിക്കാത്തതിനാൽ പൊടി നിറഞ്ഞ നിലയിലായിരുന്നു. ഇത് വൃത്തിയാക്കേണ്ട പ്രയാസം കാരണം കെട്ടിടത്തിന്റെ താഴെ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയുടെ പരിപാടി പോലും 3 കിലോമീറ്റർ അകലെയുള്ള പഞ്ചായത്ത് ഹാളിലാണ് നടത്താറ്. 100 പേർക്കിരിക്കാവുന്ന ഹാളിൽ ക്ലാസ് നടത്താനുള്ള പ്രൊജക്ടർ, സ്ക്രീൻ അടങ്ങിയ കസേര തുടങ്ങിയവയും ഡിജിറ്റൽ സൗകര്യങ്ങളും സൗണ്ട് സിസ്റ്റം, ആംപ്ലിഫയർ, മൈക്ക്, ഫാൻ, റൈറ്റിംഗ് പാഡ് കസേര, കുഷ്യൻ VIP കസേരകൾ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ എല്ലാ സാധനങ്ങളും നിലവിൽ ഉപയോഗശൂന്യമാണ്. അലൂമിനിയം കമ്പോസിറ്റ് പാനൽ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ മുൻവശവും പുറംഭാഗവും മോടി പിടിപ്പിച്ചിട്ടുള്ളത്. വശങ്ങളിൽ ഗ്രിൽ സ്ഥാപിച്ച് ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാലനമില്ലാത്തതിനാൽ ഇവയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകളിലും ഇലകളും പുല്ലുകളും നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന അവസ്ഥയാണ്. കെട്ടിടത്തിനു സമീപത്തെ മരത്തിലെ ഇലകൾ വീണ് മേൽക്കൂരയിൽ ചപ്പുചവർ നിറഞ്ഞ നിലയിലാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരം സ്ഥാപനങ്ങൾ പരിപാലിക്കാതെ നശിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്നാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. ഇയാൾ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ എക്സിബിഷനും സ്റ്റോക്കോ ഫെസ്റ്റും ഒരേ കുടക്കീഴിൽ. വെള്ളിയാഴ്ചയായിരുന്നു സ്കൂൾ എക്സിബിഷനും സ്റ്റോക്കോ ഫെസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ചത്. അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരുക്കി തീർത്ത അതിമനോഹരവും അത്ഭുതകരവുമായ കാഴ്ചകൾ നിറഞ്ഞതായി ഓരോ ക്ലാസ് മുറികളും മാറി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തേരസ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ജോസ് ടി പുത്തൂർ മുഖ്യാതിഥിയായി. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസ്സി റോസ്, PTA പ്രസിഡന്റ് ദീപ കാൻഡോ എന്നിവർ ആശംസകൾ നേർന്നു. ലിൻഡ ആർ, ജോമറ്റ് ജോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിലെ എല്ലാ ക്ലബ്ബുകളും ചേർന്നൊരുക്കിയ എക്സിബിഷൻ മാറ്റുകൂട്ടാനായി മിനർവ ബുക്സ് ഒരുക്കിയ പുസ്തക പ്രദർശനവും ഒരുക്കിയിരുന്നു. രാവിലെ 9:30 ആരംഭിച്ച എക്സിബിഷൻ രക്ഷിതാക്കളുടെ ഒത്തുചേരലുകളിലൂടെ അതിമനോഹരമായി ഉച്ചയോടെ പ്രദർശനത്തിന് സമാപനമായി. ചൂണ്ടൽ പഞ്ചായത്ത് 8ാം വാർഡ് മണലിയിലെ കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാലപ്പഴക്കം മൂലം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. ഹെൽത്ത് ഗ്രാന്റായി പഞ്ചായത്തിന് ലഭിച്ച 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി KE ഉണ്ണി, ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ T അരുൺ, ഓവർസിയർ T ഫഹദ് എന്നിവരടങ്ങുന്ന സംഘമാണ് നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ചത്. ആരോഗ്യമേഖലയിൽ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സാന്ത്വന പരിചരണം, ജീവിതശൈലി രോഗപ്രതിരോധ ക്യാമ്പുകൾ, ഡയാലിസിസ് രോഗികൾക്കുള്ള പ്രതിമാസ സഹായം, ക്യാൻസർ പ്രതിരോധ പരിപാടികൾ, ആശുപത്രികളിൽ ആവശ്യമരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ തുടങ്ങി വിവിധ പദ്ധതികൾക്കായി ഈ വർഷം 1 കോടി രൂപയിലധികം ചൂണ്ടൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും
ആരോഗ്യവകുപ്പും സംയുക്തമായി ചെലവഴിക്കുന്നുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക വിനോദസഞ്ചാര ദിനം ആചരിച്ചു. വിദ്യാർത്ഥികളിൽ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യം, ഗുണങ്ങൾ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനും ഈ ദിനാചരണം സഹായകമാകുന്നുവെന്ന് പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രസംഗം അവതരിപ്പിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുകയും അവയെക്കുറിച്ച് വിവരണം നൽകുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, അധ്യാപകരായ മഞ്ജുഷ TC, ലിഷ ലോനപ്പൻ, സുരേഖ TS, അലീഷ ബെന്നി എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ കൊരട്ടിക്കര കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിക്ക് സ്വീകരണവും വെച്ച് നമസ്കാരവും നടത്തി. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന സർപ്പക്കാവിന്റെയും തുടർന്ന് നടക്കുന്ന സർപ്പബലിയുടെയും മുന്നോടിയായി ഒക്ടോബർ 2 മുതൽ 6 വരെ നടക്കുന്ന അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് മൂപ്പിൽ സ്വാമിയാർക്ക് വെച്ചു നമസ്കാരം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അരുൺ നമ്പൂതിരി, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത്, ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് പൂത്താലത്തിന്റെ അകമ്പടിയോടെ മൂപ്പിൽ സ്വാമിയാരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ച് ഭിക്ഷ നൽകി. തുടർന്ന് ക്ഷേത്രത്തിനകത്ത് വെച്ച് നമസ്കാരം നടത്തി. നടപ്പുരയിൽ ക്ഷേത്രോപദേശക ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും നമസ്കാരം നടത്തി. ഒക്ടോബർ 13 മുതൽ പെരുമ്പിള്ളി ഗണേശൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും വേദപാരായണവും ഉണ്ടാകും. 13 മുതൽ ക്ഷേത്രത്തിൽ അന്നദാനവും നടക്കും. 20 നടത്തുന്ന യജ്ഞസമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KB സുഭാഷ്, സെക്രട്ടറി ജ്യോതി, ട്രഷറർ രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ജയശങ്കർ, ജോയിന്റ് സെക്രട്ടറി KB സുനിൽ, ക്ഷേത്രം രക്ഷാധികാരി സേതുനാരായണൻ എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഹിന്ദു ഐക്യവേദി പുന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ 89ാം ജന്മദിനം ആചരിച്ചു. കുമരങ്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ താണിച്ചേരി അധ്യക്ഷത വഹിച്ചു. ഐക്യവേദി ജില്ലാ സെക്രട്ടറി ശശി ആനക്കോട്ടിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി P വത്സരൻ, അമ്മു കുഞ്ഞൻ, ഭാസ്കരൻ ഇളയച്ചാട്ടിൽ, പുഷ്പാചന്ദ്രൻ, കാശിനാഥൻ ആത്രപ്പുള്ളി എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസത്തെ സ്കൂൾ കലോത്സവം ചിലമ്പ് 2024 തിരിതെളിഞ്ഞു. തിരക്കഥാകൃത്തും ടെലിവിഷൻ അവതാരകനുമായ ഹരി P നായർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ JP ശ്രേയസ് സ്വാഗതവും C ജ്യോതി ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രധാനാധ്യാപിക K ഗിരിജ, സ്കൂൾ വികസന സമിതി അംഗം രാജു മാരാത്ത്, DVLP സ്കൂൾ പ്രധാനാധ്യാപിക V സരസ്വതി, MK ബിന്ദു എന്നിവർ സംസാരിച്ചു. 2 ദിവസമായി 400-ൽ പരം കുട്ടികൾ വിവിധ ഇനങ്ങളിലായി മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഗുരുവായൂർ നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വത്തിലേക്കൊരു ഗോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി. ടൗൺ ഹാൾ കോമ്പൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ കട്ട് ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിക്കൂ സമ്മാനം നേടൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടത്തിയ ഗോളടി മത്സരത്തിൽ നിരവധി പേരാണ് ആവേശപൂർവ്വം പങ്കെടുത്തത്. ഷൂട്ടൌട്ട് മത്സരം ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ C പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷാനോജെ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, H അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ഗോളടി മത്സരത്തിൽ KG നീരജ്, TU പാർത്തൻ, അക്ഷയ് സാഗർ എന്നിവർ വിജയികളായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പോർക്കുളം മാർ ആദായ് സ്ലീഹ സുറിയാനി പള്ളി പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബായും കൈമുത്തും നേർച്ച വിളമ്പും ഉണ്ടാകും. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8:30 സഭാ പരമാധ്യക്ഷൻ സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിമൽ കുർബാന, തുടർന്ന് നേർച്ച വിളമ്പ്, കൈമുത്ത് എന്നിവ നടക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിക്കും. വൈകിട്ട് 4:30 പാറമ്പാടം കുരിശുപള്ളിയിലേക്ക് കൊടിയും സ്ലീബായും തുടർന്ന് ശ്ലൈഹിക വാഴ്വും പൊതുസദ്യയും ഉണ്ടാകും. പെരുന്നാളിന് വികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, സെക്രട്ടറി ഡേവിസ് CK, ട്രഷറർ ജെയിംസ് MP എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പലാവ്.
സ്വച്ഛതാ ഹി സേവ 2024 ഭാഗമായി കുന്നംകുളം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ പദയാത്ര നടത്തി. പോസ്റ്റ് മാസ്റ്റർ സൂരജ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഹിയറിംഗ് ഇംപേർഡിൽ കഴിഞ്ഞ ദിവസം 30ഓളം സ്റ്റാഫ് അംഗങ്ങൾ ശുചീകരണ പ്രവർത്തനം നടത്തിയിരുന്നു. പോസ്റ്റ് മാസ്റ്റർ സൂരജ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ സുമംഗലി, സതീദേവി, സരള, പ്രേമനാഥൻ മാസ്റ്റർ, പോസ്റ്റ്മാൻ സുനിൽ കുമാർ, ലീല, സിന്ധു, ശ്യാം, സുന്ദർ, അഞ്ജന, ശാരിക, അമൽ, ബിനീഷ്, സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വച്ഛതാ ഹി സേവ 2024 ഭാഗമായി ഒരുമനൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് ഒരുക്കി. പഞ്ചായത്ത് പരിസരത്ത് മനുഷ്യച്ചങ്ങല തീർക്കുകയും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ, പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും RPമാർ, ഹരിതകർമ്മസേന, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗൻവാടി ഹെൽപ്പർ, വർക്കർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, മൃഗാശുപത്രി ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഴഞ്ഞി അരുവായി പാടത്ത് മുണ്ടകൻ കൃഷിയുടെ ഞാറുനടിയിൽ ആരംഭിച്ചു. വിത്ത് വിതച്ച പാടത്ത് നിന്ന് ഞാറു പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ നേതൃത്വത്തിലാണ് മുണ്ടകൻ പാടത്ത് ഞാറുനടിയിൽ പുരോഗമിക്കുന്നത്. 4 മാസത്തെ പരിചരണത്തിന് ശേഷം ജനുവരിയോടെ കൊയ്ത്ത് പൂർത്തിയാകും. മഴയെയും അരുവായി തോട്ടിലെ വെള്ളത്തെയും ആശ്രയിച്ചാണ് മുണ്ടകൻ കൃഷി ചെയ്യുന്നത്. എന്നാൽ ദേവിനഗർ ഭാഗത്ത് തോട് നവീകരണം വൈകുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. തോട് നവീകരണം പൂർത്തിയാകാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുനിരത്തുകളിൽ മാലിന്യം തള്ളുന്നത് വ്യാപകം. മൂക്കുപൊത്തി നടക്കേണ്ട സ്ഥിതിയിൽ പ്രദേശവാസികളും യാത്രക്കാരും. വെളിയങ്കോട് ഇടക്കഴിയൂർ സമാന്തര റോഡുകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് അറവു മാലിന്യം അടക്കമുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ നിറച്ച് റോഡിൽ കൊണ്ട് വന്ന് തള്ളുന്നത്. ഇതുമൂലം ദുർഗന്ധം വമിച്ച് ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. മാത്രമല്ല പ്രദേശത്തെ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും കുട്ടികൾക്ക് കാൽനട യാത്രയായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. തെരുവ് നായ്ക്കളും ഇവിടങ്ങളിൽ വിഹരിക്കുകയാണ്. പറവകൾ മാലിന്യം കുത്തി വലിച്ച് കുടിവെള്ള സ്രോതസ്സുകളിൽ കൊണ്ടിട്ട് കുടിവെള്ളം ഉപയോഗശൂന്യമാകുന്ന സ്ഥിതിയുമുണ്ട്. പുന്നയൂർകുളം പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുവാൻ സാമൂഹ്യ വിരുദ്ധരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ജനത്തിന്റെ ആവശ്യം. കടപ്പുറം പഞ്ചായത്ത് അഴിമുഖം 9ാം വാർഡിൽ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ചിപ്ലി കോളനി റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. ഗുരുവായൂർ MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 28 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിതി NP റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിന്റെ കാർഷിക സംസ്കാരത്തെ സംബന്ധിച്ച അറിവുകൾ കുരുന്നുകൾക്ക് പകർന്നേകുവാനായി മണലി നാഷണൽ LP സ്കൂളിൽ നടത്തിയ ഞാറുനടിയിൽ ഉത്സവം ശ്രദ്ധേയമായി. വിദ്യാലയ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കൃഷിയിടത്തിലാണ് ഞാറുനടിയിൽ ഉത്സവം ഒരുക്കിയത്. കുന്നംകുളം താലൂക്ക് കാർഷിക വികസന ബാങ്കിന്റെയും ചൂണ്ടൽ കൃഷിഭവന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ആന്റോ പോൾ അധ്യക്ഷനായി. കൃഷി ഓഫീസർ P റിജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. കുന്നംകുളം താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം TP പ്രജീഷ് പച്ചക്കറി തൈ നടിയിൽ ഉദ്ഘാടനം ചെയ്തു. മികച്ച വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ KS അസ്ലമിനെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കാർഷിക വികസന ബാങ്ക് ഡയറക്ടറുമായ CC ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, MPTA പ്രസിഡന്റ് റസിയ അലി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VK ഹരിദാസ്, പ്രധാന അധ്യാപിക CI ലീന, സ്റ്റാഫ് സെക്രട്ടറി CA ജോഷി, ഇക്കോ ക്ലബ് കൺവീനർ PC ഫ്ലബി എന്നിവർ സംസാരിച്ചു. കൃഷിയിടത്തിലേക്ക് വെള്ളം തേവുന്നതിനുള്ള പരമ്പരാഗത സംവിധാനങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി കൃഷിയിടത്തിൽ സജ്ജമാക്കിയിരുന്നു. ഓരോ അധ്യയന വർഷത്തിലും കാർഷിക രംഗത്ത് മികവാർന്ന പ്രവർത്തനം നടത്തിവരുന്ന വിദ്യാലയമാണ് മണലി നാഷണൽ LP സ്കൂൾ. CCTV ന്യൂസ് കേച്ചേരി. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമേളയ്ക്ക് തിരിതെളിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷനായി. പാട്ടുകൾ തിരിച്ചുപാടി ശ്രദ്ധ നേടിയ കലാകാരിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ രേഷ്മ രമേശ് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക സുമംഗലി ടീച്ചർ, മുൻ PTA പ്രസിഡന്റ് നൌഫൽ കൊച്ചനൂർ, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഷ്കർ അറക്കൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി AC കുഞ്ഞുമോൻ ട്രസ്റ്റ് സമ്മാനിച്ച ട്രോഫികൾ ചടങ്ങിൽ വിതരണം ചെയ്തു.
തിരുവാണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കർ അധ്യക്ഷനായി. സൗഹൃദ കോർഡിനേറ്റർ ജിനി സി ഗീവർ സ്വാഗതവും സൗഹൃദ വോളണ്ടിയർ അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് ആശംസ അറിയിച്ചു. പെരുമ്പിലാവ് മാറോസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും എഡ്യൂക്കേഷണൽ ട്രെയിനറുമായ ഡോക്ടർ VC ബിനോജ് ക്ലാസ് നയിച്ചു. അധ്യാപകരായ മിഥുൻ, മെജോ, ദീപ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ മണിമാലക്കാവ് ക്ഷേത്രത്തിലെ ആയില്യ പൂജ ശനിയാഴ്ച. മംഗല്യഭാഗത്തിനും സന്താനലബ്ധിക്കും സർപ്പദോഷ പരിഹാരത്തിനും നാഗപ്രീതിക്കുമായി ഭക്തർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. പാലന്നൂറ് നഗൽ, അഭിഷേകങ്ങൾ, നിവേദ്യങ്ങൾ എന്നീ പൂജകളുണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് TK ശിവരാമൻ, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന നിർമ്മാണ പദ്ധതികളായ ലൈഫ്, PMAY ഭവന നിർമ്മാണ പദ്ധതികളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. ഭവന നിർമ്മാണ പദ്ധതികളിൽ മത്സ്യത്തൊഴിലാളികളെ പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് വീട് പണിക്ക് വേണ്ടി അപേക്ഷ നൽകി തറ കെട്ടി കാത്തിരിക്കുന്നത്. പല ആളുകളും വാടക വീടുകളിലാണ് താമസം. നിരവധി വർഷങ്ങളായി അപേക്ഷ നൽകി തറ കെട്ടി കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭവന നിർമ്മാണ പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകണമെന്ന് C. മുസ്താഖ് അലി കൂട്ടിച്ചേർത്തു. ലൈഫ്, PMAY ഭവന നിർമ്മാണ പദ്ധതികളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ടാണ് 2024-25 ഗുണഭോക്തൃ ലിസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വ്യക്തമായിട്ടുള്ള രീതിയിൽ ധനസഹായം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി ഭവന നിർമ്മാണ സഹായം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കന്നിമാസത്തിലെ ആയില്യത്തിന്റെ ഭാഗമായി കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സർപ്പബലി ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കും. സർപ്പബലിക്ക് പാരമ്പര്യ അവകാശികളായ പാതിരാക്കുന്നത്ത് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര മേൽശാന്തി അനിൽ നമ്പൂതിരി, പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി, ഊരാളൻ ശ്രീകുമാർ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, മാതൃസമിതി പ്രസിഡന്റ് ശാന്ത ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകും. വിപണി. ശരീര സംരക്ഷണ സൗന്ദര്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മസിൽ ഫാക്ടറിയുടെ 3ാമത്തെ ഫിറ്റ്നസ് ഹബ്ബ് പുന്നീർകുളം ആൽത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുന്നീർകുളം ആൽത്തറയിൽ തടാകം ഷോപ്പിംഗ് കോംപ്ലക്സിലെ 2nd ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച മസിൽ ഫാക്ടറി ഫിറ്റ്നസ് ഹബിന്റെ ഉദ്ഘാടനം കുന്നംകുളം ACP CR സന്തോഷ് നിർവഹിച്ചു. ചടങ്ങിൽ ഉമ്മർകുട്ടി സ്വാഗതവും സെയ്ദ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ISBB പ്രോ കാർഡ് വിന്നർ റിയാസ് TK നയിച്ച ബോഡി ഷോയും ഗാനമേളയും ഉണ്ടായി. ചടങ്ങിൽ നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അവർ സ്പെഷ്യൽ സർവീസസ്, ലേഡീസ് പേഴ്സണൽ ട്രെയിനർ, ജെൻസ് പേഴ്സണൽ ട്രെയിനർ, കാർഡിയോ ട്രെയിനിങ്, ക്രോസ്ഫിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, ഹിപ്പ് ഹോപ്പ് ട്രെയിനിങ്, ഫങ്ഷണൽ ട്രെയിനിങ്, വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിനിങ്, ആം റെസ്ലിംഗ് കോച്ചിങ്, സപ്ലിമെന്റ്സ്, ക്യാമറ, കാർ പാർക്കിംഗ്, ഇമ്പോർട്ടഡ് ക്രോസ്ഫിറ്റ് ആൻഡ് കാർഡിയോ എക്യുപ്മെന്റ്സ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. വിലാസം: മസിൽ ഫാക്ടറി ഫിറ്റ്നസ് ഹബ്, ലേഡീസ് ആൻഡ് ജെൻസ്, 2nd ഫ്ലോർ, തടാകം ഷോപ്പിംഗ് കോംപ്ലക്സ്, ആൽത്തറ, പുന്നീർകുളം. അവർ അതർ ബ്രാഞ്ചസ്: മസിൽ ഫാക്ടറി ഫിറ്റ്നസ് ഹബ്, അൽവഹ കോംപ്ലക്സ് നിയർ SBI ബാങ്ക്, ചങ്ങരംകുളം. മസിൽ ഫാക്ടറി ഫിറ്റ്നസ് ഹബ്, പഞ്ചമി ബിൽഡിംഗ്, പെരുമ്പിലാവ്. അഡ്മിഷനായി ഇന്ന് തന്നെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9847309091, 6235309091. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടനം 2024 എന്ന പേരിൽ ബാലകലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ AU മനാഫ്, പ്രധാന അധ്യാപിക KS സുജനി, സ്റ്റാഫ് പ്രതിനിധി P അൻവർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7070 രൂപ, സ്വർണം പവന് 56,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം കാട്ടാക്കമ്പാൽ കാഞ്ഞിരത്തിങ്കൽ തോലത്ത് സൈമൺ ഭാര്യ ബേബി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പുത്തൻപള്ളി സെമിത്തേരിയിൽ നടന്നു. ജെയിംസ്, റോയ്സൺ, സിബി എന്നിവർ മക്കളാണ്. കല്ലമ്പുറം കല്ലറ കുരിശുപള്ളിക്ക് സമീപം ചീരൻ വീട്ടിൽ പാവുണ്ണി മകൻ അബ്രഹാം നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ലില്ലി ഭാര്യയും അല്ലി, അൻസി, അൻവി എന്നിവർ മക്കളുമാണ്. തയ്യൂർ മേലെപുരയ്ക്കൽ പരേതനായ കുഞ്ഞുമോൻ എന്ന ചാത്തപ്പൻ ഭാര്യ ഉണ്ണിയമ്മു നിര്യാതയായി. 78 വയസ്സായിരുന്നു. സുകുമാരൻ, സുരേഷ്, ബിന്ദു, കൃഷ്ണൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂരിൽ 3 ഇടങ്ങളിൽ ATMകൾ കൊള്ളയടിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. ഹരിയാനക്കാരായ സംഘം നാമക്കലിൽ വെച്ചാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. നേരത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊള്ള നടത്തിയ അതേ സംഘമാണ് തൃശൂരിലും കവർച്ച നടത്തിയതെന്ന് പോലീസ്. ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു. തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഞായറാഴ്ച സമാപിക്കും. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലായി നടക്കുന്ന മേളയിൽ 42 ക്ലബ്ബുകളിൽ നിന്നായി മാറ്റുരയ്ക്കുന്നത് 900 അത്ലറ്റുകൾ. കടങ്ങോട് പഞ്ചായത്തിൽ നിലം നികത്തൽ വ്യാപകം. പഞ്ചായത്തിലെ 14-ാം വാർഡ് പന്നിത്തടം നീണ്ടൂർ തങ്ങൾപ്പടിയിൽ നിലം മണ്ണിട്ട് നികത്തുന്നത് അധികൃതർ തടഞ്ഞു. 18-ാം വാർഡിലും ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് നിലം നികത്തുന്നതായി പരാതി. വേലൂർ തയ്യൂരിൽ ലോറിക്ക് തീപിടിച്ചു. തയ്യൂർ ഏബൽ കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് ചകിരിനാരുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. കുന്നംകുളത്തുനിന്നെത്തിയ ഫയർഫോഴ്സ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമം നടത്തിയാണ് തീയണച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കോട്ടപ്പടി പിള്ളക്കാട് തേർക്കുട്ടൻ ഭാര്യ പൊന്നിയുടെ 7ാം ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.